ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പരിപാടിയും കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പണികളൊക്കെ നമുക്ക് ചടപടയെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മടി കൂടാതെ പണികൾ തീർക്കുക, അതാണ് ഇന്ന് നമ്മൾ പറയണത്. രാവിലെ നമ്മൾ എണീറ്റിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും മോൻക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെന്നിട്ട് സ്കൂൾക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകട്ടെ, ബസ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം റൂട്ട് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്നാണ് അവനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് നടക്കാനും പറ്റും. ഞാനിത് സ്ഥിരമായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ അവനേറ്റ് അപ്പോൾ നല്ല റിലാക്സേഷനാണ്. ഇങ്ങനെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഞാനിത് അവനാക്കി വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി വരുന്നുണ്ട്. നമ്മുടെ ശരീരം ഒന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടി, നമ്മളൊന്ന് എനർജി ആവാൻ വേണ്ടി രാവിലെ ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് ഇളകുന്നതും ഒന്ന് നടക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അവിടെ പോയി വന്നിട്ട് കുറച്ച് ദൂരം നടന്ന് വന്നില്ലെങ്കിൽ ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് മൊബൈലുമൊക്കെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ മൊബൈൽ എടുക്കാനേ പോയിട്ടില്ല. നമ്മൾ വന്ന ഉടനെ തന്നെ പിന്നെ കയറുന്നത് റൂമിൽ കാട്ടാം. അപ്പോൾ രാവിലത്തെ നല്ല തിരക്കിൻ്റെ ഇടയിൽ റൂമൊന്നും ക്ലീൻ ആക്കിയിട്ടൊന്നും അങ്ങനെ ജസ്റ്റ് ഒരു ക്ലീൻ ആക്കലിട്ടോ അങ്ങനെ ചെയ്തുകൊണ്ട് പോയതാണ്. ബെഡ്ഷീറ്റ് ഇന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം എടുത്തിട്ട് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് വേഗം അലക്കാട. ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തിട്ട് നമ്മൾ വേഗം അലക്കി കഴിഞ്ഞാൽ പുറത്തിടാമല്ലോ. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് വെയിൽ കൊണ്ടിട്ട് എന്തെടുക്കുമ്പോഴാണ് നല്ലൊരു വൃത്തിക്ക് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ലേ. അപ്പോൾ അങ്ങനെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ബെഡ്ഷീറ്റ് കേട്ടോ. 368 രൂപയാണ് ഇതിനുള്ളത്. അപ്പോൾ കുറേ റിവ്യൂസ്, നല്ല റിവ്യൂസ് ഈ ബെഡ്ഷീറ്റിന് പറഞ്ഞ് കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതും ഞാനിപ്പോൾ എടുത്തതും മീഷോന്ന് വാങ്ങി തന്നെയാണ്. അപ്പോൾ ചില ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് കിട്ടി. എനിക്ക് മാഷാ അല്ലാ ഇതുവരെ ബെഡ്ഷീറ്റൊന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളത് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഓരോന്നായിട്ട് അതിൻ്റെതായ സ്ഥലത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ പ്ലാന്റിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ വെള്ളം നിൽക്കും ആ പോട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് മാറ്റിയിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കല്യാണം ഉണ്ട് കേട്ടോ നമുക്ക് അയൽവാസിയിൽ. അപ്പോൾ അവിടേക്ക് രാത്രിയാണ്, ഇന്ന് രാത്രി പോകണം, പിന്നെ നാളെയും പോകണം. അപ്പോൾ രാത്രി ഇടാൾ ചുരിദാർ അടിച്ചു കൊടുക്കുന്നത് ഇന്ന്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു വെയിൽ വന്നിട്ടുണ്ട് ഇന്ന്, വെയിലുള്ളൊരു ദിവസമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസം ഇവിടെ നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണമുള്ള കാരണം കൊണ്ട് രാത്രി ഭക്ഷണമൊന്നും വേണ്ട, അപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കഷ്ണങ്ങളൊക്കെ പതിവ് പോലെ തന്നെ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പരിപ്പെടുത്തു, നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടു, പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ ഉപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ വേഗത്തിലുണ്ട് ചെയ്യട്ടെ. കുറച്ച് നേരം ഇരുന്നിട്ട് മൊബൈൽ നോക്കി അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ റെസ്റ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മൾ എടുക്കണ്ട നമ്മളെ പണികൾ. അപ്പോൾ അതങ്ങനെ നല്ല രാവിലെ നല്ലൊരു എനർജിയോട് കൂടി നമ്മൾ പണിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഒരു മടി വരാതിരിക്കുള്ളൂ, നമുക്കൊരു ശരീരത്തിനൊക്കെ ഒരു ആയാസം കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇന്നുണ്ടാക്കുന്നത് ഞാൻ സോയാബീനാണ് കേട്ടോ. സോയാബീൻ ഫ്രൈ ആക്കി കൊടുക്കും കൂടെ ഉണ്ട്. മീനും നമ്മൾ ചിക്കനൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ, പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ രാത്രിയിലും ചിക്കൻ തന്നെ, ഇപ്പോൾ നാളെയും ഒക്കെ ഫുള്ള് തന്നെ അല്ലേ. അപ്പോൾ വേണ്ടാന്ന് എഴുതിയിട്ട് ഉച്ചക്ക് ഇങ്ങനെ ലഘുവായിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ സോയാബീൻ ഇങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണ മയത്തിന് പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്കും ഉമ്മക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഉമ്മ എല്ലാ ഭക്ഷണം കഴിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മ കഴിക്കൂട്ടെ. ഉമ്മക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളെ ബിരിയാണി, മന്തി അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചിക്കന് നന്നായിട്ട് നല്ല ഭക്ഷണങ്ങൾ വേണം കേട്ടോ, അതാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ നമുക്ക് കൊണ്ടൊരു കുഴപ്പമില്ല. കുട്ടികൾക്കും ഉമ്മാക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ വേണം, അപ്പോൾ ഒക്കെ കഴിക്കും. അപ്പോൾ നമ്മൾ സോയാബീനൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി മസാല കൂട്ടണം. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി ഒരു കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, എല്ലാ പൊടികളും കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ സോയാബീൻ ഇങ്ങനെ ഫ്രൈ ആക്കുകയാണ്. അപ്പോൾ ഈ സോയാബീൻ വേവിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ നല്ല ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് ഞാൻ കൊടുത്തയക്കലുണ്ട്.
പാത്രങ്ങൾ ആവുന്നത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴുകി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്നും വീഡിയോ ചെയ്യാത്തത്. പിന്നെ ജസ്റ്റ് ഒക്കെ ഒന്നുണ്ട് കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗവും ഒന്ന് തുടച്ചിട്ട് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയാണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമുക്ക് ഇവിടേക്ക് ഒന്ന് തട്ടിക്കൊട്ടാനുണ്ട്. അപ്പം ഞാൻ റൂം കുറച്ച് ദിവസം മുന്നേ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഓരോരോ ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തട്ടിക്കൊട്ടുട്ടാ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഭാരം തോന്നില്ല. അപ്പോൾ എല്ലാ ഭാഗവും വീടിൻ്റെ മുക്കും മൂലയും എല്ലാ സൈഡും നല്ല വൃത്തിക്ക് ഇരിക്കൂട്ടാ. അപ്പോൾ അതിന് നമുക്കിങ്ങനെ ഒരു ചെയ്യുമ്പോൾ എന്നും അടിച്ചു വരുമ്പോൾ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ടൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു 10-15 മിനിറ്റ് റൂമൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നും അടിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ തട്ടിക്കൊട്ടി കാണുന്നുണ്ട് അടിച്ചു വരട്ടാ. അപ്പോൾ ആ ഭാഗം ക്ലീൻ ആവും. പിറ്റേ ദിവസം വേറൊരു ഭാഗം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അതിന് സമയത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ കർട്ടൻ്റെ മുകളിലും ചുമരിൻ്റെ മുകളിലൊക്കെ ഇന്ന് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ തട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ തുണി നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കും. നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുണി കൊണ്ട് ചെയ്യൂല കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഈ ബ്രഷ് ആയിട്ട് അടിക്കുക തന്നെ വേണം. ഇപ്പോൾ ഞാൻ തട്ടിയപ്പോൾ നമ്മൾ കർട്ടൻ്റെ മുകളിൽ നിന്നൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജനലിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിരിക്കും ഇവിടെ ഒന്ന് തട്ടിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലും നമ്മളിതിങ്ങനെ എല്ലാ ഭാഗവും കയ്യെത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീട് വൃത്തിയില്ലാതാവട്ടെ. നമ്മളിടയ്ക്കിടയ്ക്ക് എല്ലാ ഭാഗവും എത്തണം നമ്മുടെ കൈ. നമ്മുടെ വീട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഭയങ്കര വൃത്തിയായിട്ട് ഇങ്ങനെ തോന്നിട്ടാ. പക്ഷേ എല്ലാവരും അങ്ങനത്തെ ഒന്നും തുടക്കാനോ അല്ലെങ്കിൽ തട്ടാനോ കൊട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടി തട്ടാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഉണ്ടാവും കേട്ടോ പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ഉണ്ട് എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നല്ല ഡസ്റ്റ് ഫ്രീ ആയിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ടാപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നിട്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ നേരത്തെ ഞാൻ ഒന്നുമല്ലത് ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിചയം അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഇട്ടും അങ്ങനെ പരിചയപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എന്നോട് എല്ലാവരും സംസാരിക്കലുണ്ട്. അപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് വീട്ടിൽ ഹസ്ബൻഡ് പുറത്താണ്, ഗൾഫിലല്ല, വേറെ സ്ഥലത്ത് ജോലി ചെയ്യാണ്. പിന്നെ ഉമ്മ ഉണ്ട്, അമ്മായിമ്മ ഉണ്ട്, പിന്നെ 4 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ 4 മക്കളെ സ്കൂൾക്ക് പോകണ കുട്ടികളും ഉണ്ട്. അങ്ങനെയൊക്കെ നല്ല ബിസിയാണ്. ഇപ്പോൾ ഒന്നിനും സമയം കിട്ടണില്ല, പണിയെടുത്തിട്ടൊന്നും നീങ്ങണില്ല, പിന്നെ മനസ്സിനും സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പണിയുണ്ട്, എല്ലാതും ഞാൻ തന്നെ എല്ലാതും ചെയ്യണത്, വീട് നല്ല ക്ലീനാക്കി കൊണ്ടുപോകണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, മക്കൾക്കായാലും ഉമ്മാക്കും ഒരു 5-6 ആളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ മക്കളൊക്കെ പഠിപ്പിക്കാൻ നേരം വേണം, അങ്ങനെ എല്ലാതും ചെയ്യണമല്ലോ, ഒരു വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പോൾ സമയമില്ല, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടും എനിക്കതിനുള്ളൊരു ഇത് കിട്ടണില്ല. ഇക്കാണെങ്കിലും അങ്ങനെ ഭർത്താവാണെങ്കിലും അമ്മായിമ്മ എപ്പോഴും പറയുമല്ലോ എന്ത് പണിയാണല്ലോ വീട്ടിലുള്ളത്, ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ട് സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സങ്കടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോൾ ആലോചിച്ചിട്ടാണ് എന്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കണമെന്നുള്ള ഇങ്ങനെ തോന്നി. ഒരു വീട്ടിലൊരു വീട്ടമ്മക്ക് എന്തെല്ലാം പണികളുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. ഈ പറയുന്ന ഭർത്താവ് ഒരു വർക്കേ ആകെ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ അവർക്ക് ഭയങ്കര അതിനൊരു ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരു കുടുംബം ഒന്നാകെ പുലർത്തണ ഞാനാണെന്നാണ് അവർ പറഞ്ഞത്. അത് അവർക്ക് പണിയില്ല എന്നല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ അത് പണിയുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഈ ഒരു വീട്ടമ്മക്ക് നല്ല അംഗീകാരം നമ്മൾ കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ അടുത്തുള്ളൊരു വല്യമ്മ കേട്ടോ, അത് വന്നതാണ്. പിന്നീട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണം അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അത് നമ്മളെ ഇക്കാൻ്റെ മൂത്തമ്മ കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് തന്നെയാണ് അവിടെ വന്നതാണ്. പിന്നീട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെൻ്റെ പണി ഇങ്ങനെ നടക്കണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞത് ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലേ. ഒരു നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ദിവസം ചെയ്യുന്ന ഒരു പണിയാണ് ക്ലീനിങ് അല്ലേ. ഒരു ക്ലീനറാണ്. ഒരു വീട്ടിലത്തെ എല്ലാ മുക്കും മൂലയും പരിസരങ്ങളും അല്ലെങ്കിൽ ഒരു വീട് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ കൈ കൊണ്ടാണല്ലേ. അപ്പോൾ അത്രയും ക്ലീൻ ചെയ്യുന്നത് ഒരു വീട്ടമ്മയാണ്. പിന്നെ അവൾ എന്താണ്, ഒരു കുക്കറാണ്. അവൾ എന്നും കുക്കിംഗ് ചെയ്യണ ഒരു പാചകക്കാരിയാണല്ലേ. ഒരു ദിവസം അതിനൊരു ഒഴിവില്ലല്ലോ, ഒരു നേരം ഒഴിവുണ്ടോ, എത്രയോ സമയമുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ വർക്ക് ചെയ്യണവർക്ക് അവർക്ക് ജോലിക്ക് പൈസ കിട്ടും. അതൊരു ഒറ്റ ജോലി അവർ ചെയ്യണുള്ളൂ. ഓരോ ഹോട്ടലിൽ എടുക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേറെ ആളാണ്, കുക്ക് ചെയ്യാൻ വേറെ ആളാണ്, ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ വീട്ടമ്മയാണ് ഒരുപാട്
ഒരുപാട് മേഖലയിലാണ് അവൾ ജോലി എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ആരും പറയാൻ വേണ്ടി പാടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ക്ലീനിങ് ചെയ്യുന്നുണ്ട്, പിന്നെ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മേഖല അങ്ങനെ തന്നെ അവർ ചെയ്യുന്നുണ്ട്, ദിവസം ചെയ്യുന്നതാണ്. പിന്നെ ഒരു പാരൻറ്റിങ് ഉണ്ടല്ലേ, കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് നോക്കാൻ ഒരു അമ്മക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും ഇതൊരു പുരുഷനെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്താണ്, അവളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു വീട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ റെമഡീസൊക്കെ ചെയ്യുന്നത് ആരാണ്? വീട്ടമ്മ തന്നെയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഉമ്മാനെ നോക്കുന്നുണ്ട്, ഒരു ഹോം നേഴ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും ജോലികൾ ഒരു വീട്ടമ്മ ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലല്ലേ. എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ ഇതുപോലെ വലിയൊരു മാറ്റാണ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ വല്ലാതെ കണ്ട് ഒന്നും കിച്ചണിലാവില്ല. അപ്പോൾ ഇന്ന് തുടക്കണമൊന്നുമില്ല, ഇന്ന് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ കുളത്തിലിതാ, അപ്പോൾ ഞാൻ കിച്ചൺ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നോക്കട്ടെ. അപ്പോൾ കിച്ചൺ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. കുളത്തിൽ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് കുളിക്കണമൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളിതാ കല്യാണത്തിന് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തലേ ദിവസം പിന്നെ പിറ്റത്തെ ദിവസമൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത് പിറ്റേ ദിവസം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ പിന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 ദിവസം അങ്ങനത്തെ ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ചൊന്ന് വൈകിയതിട്ടാണ്. വീഡിയോ വൈകിയപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 കൂട്ടുകാരികളൊക്കെ ഇട്ടാ എന്താ വീഡിയോ വരാത്തെന്നൊക്കെ ഇട്ടാ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരുപാട് ആളുകളില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ നമുക്ക് പുതിയ കൂട്ടുകാരികളെ കിട്ടിയൊരു ഫീലുണ്ട് എനിക്ക്. അപ്പോൾ അതാണ് നിങ്ങളെല്ലാവരും ചോദിക്കണ എല്ലാ കമൻസിനുള്ള മറുപടി ഞാൻ തരുന്നത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരികൾ കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് നമ്മളെ വീട്ടിലുള്ള ഡ്രസ്സിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഇട്ടാ. അപ്പോൾ എനിക്കങ്ങനെ കാര്യമായിട്ട് അടിക്കാനൊന്നും അറിയില്ല എന്ന് ഞാനത് പറയുന്നതുമാണ്. നമ്മളൊരു ഒപ്പിക്കൽസാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അറിയുന്നത് കാണിക്കണം കേട്ടോ. പിന്നെ ഒരാൾ ഉമ്മാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉക്കാൻ്റെ ഉമ്മയാണിത്. അപ്പോൾ വാക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കും, കുഴപ്പമില്ല, അത്യാവശ്യം അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ വരും, പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെ ഡ്രസ്സ് അടിച്ചത് ഇതാണ് കേട്ടോ, വീട്ടിലിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ അടിച്ചതാണിത്, മാക്സി ഡ്രസ്സാണിത്. അടിയിലിങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഞൊറിവ് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ലൂസിൽ ഇറക്കത്തിൽ നമ്മളൊരു ഡ്രസ്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടാണ് ഡ്രസ്സ് അടിക്കൽ. സാധാ എലൈൻ ടോപ്പാണ് അടിക്കൽ. അപ്പോൾ അടിയിൽ ചിലപ്പോൾ ഞൊറിവ് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. കൈക്ക് എലാസ്റ്റിക് കൊടുക്കും. സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് ലൂസിലിട്ടാൽ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലൊന്നും യൂസ് ചെയ്യലില്ല. ഇവൻ്റെ ഒരു ബോഡി ലോഷൻ ഉപയോഗിക്കലുണ്ട്. പിന്നെ സോളാർ സേഫിൻ്റെ നമ്മൾ സൺസ്ക്രീൻ, അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് നല്ല മാറ്റ് ഫിനിഷ് കിട്ടുന്നതാണ്, ഏജ് ഡിഫൈനിങ് ആണ്. പിന്നെ റിങ്കിൾസൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ. നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണത്. പിന്നെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു സൺസ്ക്രീനും ഉപയോഗിക്കലുണ്ട്. കൂടുതൽ സോളാർ സേഫാണ് ഉപയോഗിക്കൽ. പിന്നെ എൻചാൻഡറിൻ്റെ ബോഡി ലോഷൻ, അങ്ങനെ ക്രീം, അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു എന്താ പറയുക, നിവൻ്റെ ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ലിപ്സ്റ്റിക്കൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കലിട്ട്. പിന്നെ ബോഡി ലോഷന്, നിവൻ്റെ ഫേസ് ലോഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഉപയോഗിക്കലുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലും എനിക്ക് ചെയ്യാൻ ഇഷ്ടം വീട്ടിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഡ്രസ്സ് ഒന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു കേട്ടോ. കട്ട് ചെയ്യുന്നത് ഒന്നുമില്ല, 4ആയിട്ട് ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു നല്ല അറിയുന്ന ഒരു ടൈലറെ കൊണ്ട് എൻ്റെ ഒരു സാധാ എലൈൻ ടോപ്പിൻ്റെ ഒരു ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ അത് അളവെടുക്കുക, ടാപ്പ് വെച്ചിട്ട് അളവെടുക്കുക, അതെനിക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടണില്ല കേട്ടോ. കട്ടിങ് എപ്പോഴും കോളാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, ഒരു നല്ല അറിയുന്ന ഒരു ടൈലറെ കൊണ്ട് എൻ്റെ അളവിൽ ഞാനൊരു എലൈൻ ടോപ്പിൻ്റെ ഒരു തുണി കൊണ്ടുപോയിട്ട് ഞാൻ കട്ട് ചെയ്യിപ്പിച്ച് കൊടുന്ന് വെച്ച്. പിന്നെ എപ്പോഴും ഞാൻ ഈ തുണി കണ്ട് നമ്മൾ അടിക്കാൻ പോണ തുണി 4ആയി മടക്കിയിട്ടും അതിൻ്റെ മുകളിൽ ഇതുകൊണ്ട് വെച്ചിട്ട് വരക്കാനോ അല്ലെങ്കിൽ അടയാളപ്പെടുത്താനോ ഒന്നും നിൽക്കില്ല കേട്ടോ. അതാണ്ട് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം വെച്ചിട്ടാണ്ട് കട്ട് ചെയ്ത് കൊടുക്കും. അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഓരോന്ന് അളവെടുത്ത് അടയാളപ്പെടുത്തി പിന്നെ അങ്ങനെ വരച്ചെടുത്ത് പിന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒരു മടി തോന്നും. അപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അളവിൽ ഒരു കറക്റ്റായിട്ടുണ്ട് കിട്ടും, എവിടെയും ഒരു മാറ്റം വരില്ല കേട്ടോ. പിന്നെ അടിയിൽ അങ്ങനെ ഞാൻ വരച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ ഇങ്ങനെ കുറച്ചൊന്നുകൊണ്ട് കയറ്റി കൊടുക്കണം ലൈൻ ടോപ്പ് ആകുമ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ 2 സൈഡും തൂങ്ങാതെ കിട്ടും. അതിനാണ് നമ്മൾ അടിയിൽ ഒന്നുകൊണ്ട് കയറ്റിയിട്ട്
കട്ട് ചെയ്യണത്. അപ്പോൾ ഇതാ 2 പീസ്, അപ്പോൾ 4ആയിട്ട് മടക്കിയതല്ലേ, അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം ഒരു പീസാണ് മാറ്റി വെച്ചിട്ടാണ്. ഇനി നമ്മൾ കഴുത്ത് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൈയും പിന്നെ അങ്ങനെ ബാക്കിയുള്ള ബോഡി ഭാഗമാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ എന്താ പറയുക, ലൈനിങ് അല്ല കേട്ടോ, മറ്റേ ഭാഗം ലൈനിങ് മേലായിരുന്നു കഴുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്ക് കഴുത്ത് ആദ്യം കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതാ രണ്ടാമത്തെ തുണിയിൽ ഞാൻ ഫ്രണ്ട് കഴുത്തും കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടും ഇതേപോലെ തന്നെ തുണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താ മോഡ് വെച്ച് കൊടുത്തിട്ട്, മോഡ് എന്ന് പറയാൻ നമുക്ക് അടയാളപ്പെടുത്തുള്ളത്, അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് 2 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുണി ഇതാണ് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ തുണിയിൽ 4ആയിട്ട് ഇതേപോലെ മടക്കിയ ഭാഗത്ത് നിന്നിട്ട് തന്നെ കൈ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചില തുണികൾ നല്ല വീതിയും ഒക്കെ കിട്ടും, ചിലത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പിച്ചിട്ടാണ് എടുക്കൽ. പിന്നെ 3 മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയാവും. 2.5 മീറ്റർ നമുക്ക് സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചിലത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, വീതി കിട്ടാതാവുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൈയിൻ്റെ പീസും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുണി ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു തുണി എടുത്തിട്ട് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചെസ്റ്റിനും നമ്മൾ കഴുത്തടിക്കാനുള്ള ഭാഗം കൂടി എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ ഒരു ചതുരത്തിലൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഡെൽറ്റ ക്രഷാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതിൽ ലൈനിങ് കൊടുക്കലില്ല, ലൈനിങ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ നമ്മൾ കഴുത്തും ചെസ്റ്റിൻ്റെ അവിടെ ഇതേപോലെ ഒരു പീസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വൃത്തി ഉണ്ടാകും. പിന്നെ ഞാനതിന് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഷെമ്മിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കി തുണി ഇനിയുണ്ട് ബാക്കിയെന്ന് കണ്ടപ്പോൾ ഞാനത് വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അടിയിൽ നമുക്ക് ഫ്രില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ മാക്സി ഡ്രസ്സ് അടിക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കിട്ടുന്ന ഒരു വീതിയിലെടുത്തതാണ്. എല്ലാ ഭാഗത്തും 7 ഇഞ്ച് എടുത്തിട്ട് പിന്നെ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒറ്റ പീസെല്ലാം അങ്ങനെ ജോയിൻ്റ് എടുക്കണം. എല്ലാതും കൂടി നമ്മൾ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രില്ല് ചെയ്യാനുള്ള തുണി ഉണ്ട്. പിന്നെ വെറുതെ നാശാക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ അങ്ങനെ കൊടുത്താണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനെ ഇനി അടിക്കാൻ ആവശ്യമുള്ളത് എലാസ്റ്റിക്കാണ്. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 മീറ്ററൊക്കെ മതിയാവും നമ്മൾ 2 കൈക്കും കൂടി വെക്കാൻ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അടിക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ആദ്യം കഴുത്തടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ നല്ല ഭാഗവും പിന്നെ നമ്മൾ അടിക്കാൻ പോകുന്ന തുണീൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് ആദ്യം കഴുത്തടിക്കാൻ വേണ്ടി പോവാട്ടെ. രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ കഴുത്തടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോരോ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴുത്തടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് വരും കേട്ടോ കഴുത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കൂട്ടിപ്പിടുത്തം അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കാൻ ഒന്നും കൂടി സിമ്പിളാണ്. 2 പീസാക്കിയിട്ട് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും വേറെ വേറെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ കഴുത്ത് അടിച്ചു കൊടുത്തിട്ട് ഇനി അടിയിൽ വെച്ച് കൊടുത്ത പീസിൻ്റെ കഴുത്തിൻ്റെ ഭാഗമുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലുള്ള പീസ് വെക്കുന്നതിന് പകരം നമുക്ക് ലൈനിങ് കൊടുക്കാം കേട്ടോ. ലൈനിങ് കൊടുത്തിട്ടും ചെയ്യാം. ഞാനങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ലൈനിങ് വാങ്ങണ്ടേന്ന് എഴുതിയിട്ട് ഞാനെല്ലാം ലൈനിങ് വാങ്ങാത്തതാണ്. പിന്നെ പഴയ ഷോളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ലൈനിങ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അറിയണ കൂട്ടുകാർ ഇതെന്താ ഇങ്ങനെയൊക്കെ അടിക്കണമെന്നൊന്നും കരുതരുതിട്ടാ. എനിക്കറിയണ പോലെ ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ അടിക്കുക, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ അടിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ നമ്മളോട് അങ്ങനെ പറഞ്ഞപ്പോൾ വിടാതെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തോ മരിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് ഇവർക്ക് എന്താ തോന്നുകയാണാവോ എന്നൊക്കെ തോന്നിയിട്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അതാണ് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞപ്പോൾ ആ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് തുണി മടക്കിയിട്ട് ഉള്ളിലേക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി കഴുത്തൊന്നും കൂടി റെഡിയാക്കി അടിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പിന്നെ കുറച്ചറിയണവർക്ക് ഇത് മനസ്സിലാവുമായിരിക്കും. ഒന്നും അറിയാത്തവരൊന്നും ഇതൊന്നും കണ്ടിട്ട് ഒരിക്കലും പഠിക്കരുത്. നല്ല സ്റ്റിച്ചിങ് വീഡിയോസ് അടിച്ചു കൊടുത്ത നല്ല സ്റ്റിച്ചിങ് വീഡിയോസ് കിട്ടും. അത് നോക്കിയിട്ട് അടിച്ച് പഠിക്കട്ടോ. അങ്ങനെ ഞാൻ കഴുത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ തുണി മറിച്ചിട്ട് ഒരടിയും കൂടി അടിച്ചു കൊടുത്താൽ കഴുത്ത് നല്ല വൃത്തിയിൽ നിൽക്കും. പിന്നെ ഞാൻ 2 പീസാക്കിയിട്ട് എപ്പോഴും നമ്മൾ കഴുത്തടിക്കാൻ പെർഫെക്റ്റ് അല്ലാത്തവർ അങ്ങനെ ചെയ്യണ്ട നല്ലത്. എനിക്കും കഴുത്തിൽ ഇങ്ങനെ ചുളിവ് വരിക അല്ലെങ്കിൽ കഴുത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കഴുത്ത് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പീസ് എടുത്തിട്ടുണ്ട്. ഇതാ അടിയിൽ വെച്ച് കൊടുക്കണം, തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കഴുത്തിൻ്റെ തുണിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് അങ്ങനെ കറക്റ്റിന് ആക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ലൈനിങ് ആണെങ്കിൽ ഇത്ര വിഷയമില്ല, അടി വരെ ഇറക്കുള്ളതാണെങ്കിൽ. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം കൊണ്ട് മറിയണ ഭാഗം വരെയുള്ള ലൈനിങ് ആണെങ്കിൽ ഞാൻ കൊടുക്കൽ. പിന്നെ നമ്മൾ അടിയിൽ പാൻറ് ഇടുമല്ലോ,
അപ്പോൾ പാൻറ് ഇട്ടിട്ട് ചെയ്യുമ്പോഴും നമുക്കങ്ങനെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് കൊടുക്കാത്തത്. പിന്നെ ഈ തുണി കുഴപ്പമില്ല കേട്ടോ, കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഒരു അങ്ങനെ എന്താ പറയുക നൈസ് തുണിയൊന്നുമല്ല. അതുകൊണ്ട് നമുക്കിത് കുറച്ച് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സിനും ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല വൃത്തിയാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ അതൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ പിന്നെ ഈ കഴുത്തടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഉള്ളിലുള്ള പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് നമ്മളൊന്നും കൂടി കഴുത്തടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് കിട്ടും. ക്യാൻവാസൊക്കെ വെച്ചിട്ടാണ് ഈ കഴുത്തൊക്കെ അടിച്ചിട്ട് പഠിക്കാൻ തോന്നുന്നുണ്ട് ഫസ്റ്റൊക്കെ. പഠിക്കാത്തതുകൊണ്ട് എനിക്കതിന് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതാ ഞാൻ ആ ഉള്ളിലേക്ക് മറിച്ച് കൊടുത്ത് മറ്റേ തുണി, എന്നിട്ട് വീണ്ടും കഴുത്ത് ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് വലിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തുണിക്ക് മാത്രമേ ഞാൻ ലൈനിങ് കൊടുക്കാത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല കുറച്ച് ചെസ്റ്റ് വരെ കൊടുക്കും എന്തായാലും. പിന്നെ വേറെ നമ്മൾ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ഉണ്ട്, അതിനൊക്കെ എന്തായാലും നമ്മൾ അടിവരെ ലൈനിങ് കൊടുക്കണം കേട്ടോ. ജോർജറ്റ് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള തുണിയാണല്ലോ, അപ്പോൾ അതിനെന്തായാലും ലൈനിങ് കൊടുക്കണം. അപ്പോൾ ആ തുണിക്ക് ഞാൻ എന്തായാലും ലൈനിങ് കൊടുത്തിട്ടാണ് അടിക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഞാൻ ഈ രണ്ട് തുണിയാണ് യൂസ് ആക്കൽ. ഇത് ഡെൽറ്റ ക്രഷും പിന്നെ ജോർജറ്റും ആണ് കേട്ടോ. അങ്ങനെ ജോർജറ്റ് പുറത്ത് കൊമ്പിൾ ഇടലുണ്ട്, വീട്ടിലിടലുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതാ കഴുത്ത് നമ്മളിതുപോലെ അങ്ങനെ അടിച്ചിട്ടുണ്ട്. അടിക്കാൻ നമുക്ക് പഠിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മൾ യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലും നമ്മളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. പക്ഷേ എന്തോ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും എനിക്കില്ല. എന്നാൽ എനിക്ക് വീട്ടിലിടാൻ ഡ്രസ്സ് വേണം അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ട് അടിക്കണത്. അപ്പോൾ നമ്മളത് രണ്ട് കഴുത്തും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് കഴുത്തും ഫ്രണ്ട് ഭാഗവും രണ്ട് പീസുകളും ഒരുമിച്ച് വെച്ചിട്ട് ഇനി ഷോൾഡർ മൂട്ടി കൊടുക്കുകയാണ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട്. ഈ കഴുത്തടിക്കാൻ സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രണ്ട് പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡർ മുട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരുമിച്ച് അങ്ങോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കഴുത്തടിക്കാൻ നല്ല ഒന്ന് പെർഫെക്ഷൻ ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കഴുത്തടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് പീസ് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ കൈ അടിച്ചു കൊടുക്കണം. അപ്പോൾ കൈയിൻ്റെ എല്ലാ തുണിയും നമ്മൾ ഇതേപോലെ തന്നെ നല്ല ഭാഗമാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല ഭാഗമുള്ള കൈയിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളിതാ കൈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാകെ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എന്തായാലും ഞാൻ അടിച്ചെടുക്കട്ടെ. അറിയാത്ത ഞാൻ പോലും അടിച്ചെടുക്കും. അപ്പോൾ അത്രയും സിമ്പിളാണ് സംഭവം. പക്ഷേ എന്നാലും ഒരു മടി അതൊക്കെയാണിത്. പുറത്തേക്കുള്ളൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അടിക്കലില്ല. പിന്നെ എന്താണ് കൈ അടിച്ചെടുക്കുകയാണ്. കൈയിൻ്റെ എൻ്റെ ഭാഗം തലപ്പത്ത് നമ്മളിങ്ങനെ കുറച്ചൊരു അര ഇഞ്ചോളം വീതിക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട് ഈ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ അളവ് എടുത്തിട്ട് ഞാൻ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പിന്നെ വെച്ചിട്ട് ഇങ്ങനെ എലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴുത്തടിക്കലും ഷോൾഡർ അടിക്കലും ജോയിൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. കയ്യും അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് കയ്യും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് കൈക്കും ഇതുപോലെ എലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ചുരിദാറിൻ്റെ രണ്ട് സൈഡും ഉണ്ട് അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അടിഭാഗം കൂടി അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലൈൻ ടോപ്പ് നല്ല സിമ്പിളായിട്ട് ഓപ്പണും കാര്യമൊന്നുമില്ലല്ലോ, വേഗം അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഒരു സൈഡ് രണ്ട് കൈക്കും എലാസ്റ്റിക് ഇട്ട് കൊടുത്ത് ഇനി ഒരു സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കൈ ഷോൾഡർ മുട്ടലും പിന്നെ കൈ വെച്ച് കൊടുക്കലും ഒക്കെ എലാസ്റ്റിക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ തുണി ഒന്ന് എവിടെയെങ്കിലും ഇട്ടതിൻ്റെ ശേഷം നമ്മൾ അളവിനുള്ള ചുരിദാർ ഇട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു സൈഡ് മുട്ടിയതിൻ്റെ ശേഷം ഒരു സൈഡ് ഇങ്ങനെ അടിച്ചതിൻ്റെ ശേഷം പിന്നെ അടിഭാഗത്ത് ഫ്രില്ല് കൊടുക്കുകയാണ് ഇനി ചെയ്യണം കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിയിൽ ഈ ഒരു ഫ്രില്ല് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ ഞാൻ ഒന്ന് മടക്കാണ്ടൊന്നും അടിച്ചു കൊടുക്കും. അപ്പോൾ അത്ര ആവുമ്പോഴേക്കും നമ്മുടെ ചുരിദാർ റെഡിയാവും, നമ്മളെ ഈ ടോപ്പ് റെഡിയാവും കേട്ടോ. സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെ തുണിക്ക് എത്ര ആണ് നീളമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രില്ല് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കൊടുത്തിരുന്നത്. ഇനി അതിൻ്റെ മറ്റേ സൈഡും കൂടി ഉണ്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് അടിക്കാനുള്ള പണി. ഞാൻ അടിക്കണ രീതിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ച കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്. എന്തെങ്കിലും മനസ്സിലായോ എന്തോ
ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ടോപ്പ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ മാക്സി ഡ്രസ്സ്. അപ്പോൾ അടിയിൽ ഞാൻ ഇതങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തു. പിന്നെ ആ തുണീൻ്റെ ഫ്രില്ലിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ലൈക്ക് ചെയ്യുക, അതാരും പോകരുത്. സപ്പോർട്ട് ചെയ്യുക, വാല്യുബിളായിട്ട് കമൻസുകൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെയുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.